യേശുനാഥൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത. കൂടാരത്തിൽ ഇരുന്ന ഒരു ദൈവത്തെ കൊട്ടാരത്തിലേക്കും, കൊട്ടാരത്തിൽ ഇരുന്ന ഒരു ദൈവത്തെ വീണ്ടും കൂടാരത്തിലേക്കും, ഒടുവിൽ ആ ദൈവം ഭൂമിയിൽ പുൽക്കൂട്ടിലേക്ക് കടന്നുവന്ന് മാനവരാശിക്ക് മുഴുവനും വേണ്ടി രാജാവായി തീർന്നതിൻ്റെ കഥയാണ് ഈ പിറവിത്തിരുനാൾ. ഏവർക്കും ഈ പിറവിത്തിരുനാളിൻ്റെ ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ, അനുഗ്രഹങ്ങൾ നേരുകയാണ്. വിഷ് യു ഓൾ എ ഹാപ്പി ആൻഡ് മെറി ക്രിസ്മസ്. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യം പറയും, കൂടാരത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ പേടകത്തെ പ്രതിയുള്ള ദാവീദിൻ്റെ വേദന. ദാവീദ് രാജാവിൻ്റെ വേദന പൂർത്തീകരിക്കുവാൻ കർത്താവ് ഉടനെ അനുവദിച്ചില്ല. ജെറുസലേം ദേവാലയം സോളമൻ രാജാവ് പണികഴിപ്പിച്ചു. എന്നാൽ ദാവീദിലുള്ള ദേവാലയ വ്യസനം അവനിൽ കുടികൊണ്ടു. ദൈവത്തിൻ്റെ ചോദ്യത്തിൽ ഒത്തിരി ആഴമുണ്ട്. എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? കർത്താവ് പിൽക്കാലത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ആലയം തകർക്കുക, 3 ദിവസം കൊണ്ട് ഞാൻ അത് പുനർനിർമ്മിക്കും. അന്ന് കർത്താവ് ദാവീദിനോട് അരുൾ ചെയ്ത ആലയം ക്രിസ്തു തന്നെ ആയിരുന്നു എന്ന് പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. രണ്ടാമതായി, അതിനാൽ യേശുവിൻ്റെ പിറവിത്തിരുനാൾ സ്വർഗീയ ദേവാലയത്തിൻ്റെ പിറവിത്തിരുനാളാണ്. ക്രിസ്തു ഭൂമിയിൽ പണിയുവാൻ വന്ന ദൈവിക ആലയത്തിൻ്റെ മാനുഷിക കാരണം ദാവീദ് കൂടിയാണ്. ദാവീദ് ദൈവത്തിനായി ആഗ്രഹിച്ച ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ സമ്പൂർണതയാണ് പിറവിത്തിരുനാൾ. ക്രിസ്തുവിൻ്റെ ജനനത്തോടെ ഭൂമി ദേവാലയമായി മാറുകയായിരുന്നു. ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഭൂമി മുഴുവൻ ദേവാലയമാക്കി തീർക്കുകയായിരുന്നു. അതാണ് പിറവിത്തിരുനാളിൻ്റെ ഏറ്റവും വലിയ സമ്പൂർണത. മൂന്നാമതായി, ദേവാലയ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാനം ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന വാക്യമാണ്. പരിശുദ്ധ അമ്മയുടെ സമ്പൂർണ്ണ സമർപ്പണമാകുന്ന ഈ ഏറ്റുപറച്ചിലൂടെയാണ് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ദൈവം സ്ഥാപിച്ച ഒന്നും പരാജയപ്പെട്ടു പോകുവാൻ ദൈവം ഇടവരുത്തുകയില്ല. മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ ഏറ്റവും വലിയ സത്യം അതാണ്. 1-ാം വായനയിൽ ദാവീദ് രാജാവിനോട് ദൈവം പറഞ്ഞു, നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമാക്കിയിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും എന്ന്. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. പ്രിയരെ, കർത്താവായ യേശുനാഥൻ്റെ ഈ ഭൂമിയിലെ ജനനം ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ഏടുകളിലും ദൈവം കരുതി വെക്കുന്ന ഏറ്റവും വലിയ സമ്പൂർണതയാണ്. പരിശുദ്ധ അമ്മയിൽ സംഭവിക്കുന്നത് 3 കാര്യങ്ങളാണ്. 1, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. 2, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. 3, ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ 3 കാര്യങ്ങൾ നമ്മിലും സംഭവിക്കേണ്ടതാണ് ഈ ക്രിസ്തുമസിൽ. പരിശുദ്ധാത്മാവിനാൽ നാം പൂരിതമാകണം. ദൈവത്തിൻ്റെ ശക്തി നാം ആർജിക്കണം. നമ്മിൽ പരിശുദ്ധൻ ജനിക്കുകയും നാം പരിശുദ്ധരായി മാറുകയും ചെയ്യേണ്ടതുണ്ട്. ഏവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. യേശുവിനോട് ചേർന്ന് യേശുവിൻ്റെതായി നമുക്ക് മാറാം. ആമേൻ. നന്മകൾ നിറയും മാതാവേ, അമല മനോഹരി അംബികയേ, നന്മകൾ നിറയും മാതാവേ, അമല മനോഹരി അംബികയേ,
പാവനമാം നിൻ വരദാനങ്ങൾ ഞങ്ങൾക്കേകണമമ്മേ നീ. പാവനമാം നിൻ വരദാനങ്ങൾ ഞങ്ങൾക്കേകണമമ്മേ നീ. ഞങ്ങൾക്കേകണമേ, ഞങ്ങൾക്കേകണമേ. ദൈവാത്മജനുടെ മാതാവേ നിൻ സുതനോടൊന്നായി ചേർക്കണമേ. ദൈവാത്മജനുടെ മാതാവേ നിൻ സുതനോടൊന്നായി ചേർക്കണമേ. ഒന്നായി ചേർക്കണമേ, ഒന്നായി ചേർക്കണമേ. അപകടമേറുമിയുലകിൽ തിരമാലകളുയരും കടലിൽ. അപകടമേറുമിയുലകിൽ തിരമാലകളുയരും കടലിൽ. ജീവിതത്തോണിയിൽ നാഥനിലെത്താൻ തുണയേകണമേ നാഥേ നീ. ജീവിതത്തോണിയിൽ നാഥനിലെത്താൻ തുണയേകണമേ നാഥേ നീ. നന്മകൾ നിറയും മാതാവേ, അമല മനോഹരി അംബികയേ. പാവനമാം നിൻ വരദാനങ്ങൾ ഞങ്ങൾക്കേകണമമ്മേ നീ. പാവനമാം നിൻ വരദാനങ്ങൾ ഞങ്ങൾക്കേകണമമ്മേ നീ. ഞങ്ങൾക്കേകണമേ, ഞങ്ങൾക്കേകണമേ. ദൈവാത്മജനുടെ മാതാവേ നിൻ സുതനോടൊന്നായി ചേർക്കണമേ. ദൈവാത്മജനുടെ മാതാവേ നിൻ സുതനോടൊന്നായി ചേർക്കണമേ. ഒന്നായി ചേർക്കണമേ, ഒന്നായി ചേർക്കണമേ. സ്വർഗം ഭൂവിലിറങ്ങാൻ ഉദരമതേകിയ ധന്യേ നീ. സ്വർഗം ഭൂവിലിറങ്ങാൻ ഉദരമതേകിയ ധന്യേ നീ. ജീവജലത്തിൻ മധുരം നുകരാൻ യേശുവിൻ ചാരേ ചേർക്കണമേ. ജീവജലത്തിൻ മധുരം നുകരാൻ യേശുവിൻ ചാരേ ചേർക്കണമേ. നന്മകൾ നിറയും മാതാവേ, അമല മനോഹരി അംബികയേ. പാവനമാം നിൻ വരദാനങ്ങൾ ഞങ്ങൾക്കേകണമമ്മേ നീ. പാവനമാം നിൻ വരദാനങ്ങൾ ഞങ്ങൾക്കേകണമമ്മേ നീ.